ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന്റെ പറ്റിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പുറത്ത് ഭയങ്കര തണുപ്പാട്ടോ, കണ്ടാൽ തോന്നില്ല നല്ല തണുപ്പായി. ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നല്ല ഷേക്കിംഗ് ഉണ്ട് ഫോണിന്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പഴയ പോലെ സപ്പോർട്ടൊന്നും ഇല്ല, എല്ലാവരും ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അങ്ങ് ഒഴിവാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കുറേ വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും നമ്മുടെ വീഡിയോ കാണുന്നുമില്ല, സപ്പോർട്ടും കുറവാണ്. ലൈക്കും കഴിഞ്ഞ 2 വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. എന്നാലും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനെ പറ്റി ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നത്തെ കമ്മ്യൂണിറ്റിയുടെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. ആൺകുട്ടികളും കാണണം, പെൺകുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനെ പറ്റി ഇന്ന് നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്? നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി പോയിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് കെയർ കൊടുക്കുക. അപ്പോൾ കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിറ്റി ബാഗ് ഉണ്ട്, ബാഗ് ടെക്നിക്ക് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ വഴിയേത് പഠിക്കും. അപ്പോൾ അതിനാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്യും, ഓരോ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവരുടെ ഹിസ്റ്ററി, നിങ്ങൾ ഹോസ്പിറ്റലിൽ വാർഡ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കണം പോലെ നമ്മൾ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ടെമ്പറേച്ചർ, വൈറ്റൽസ് ഫുള്ള് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനനുസരിച്ചുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുകൂടാണ്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പേഷ്യൻസിന് കമ്മ്യൂണിറ്റിയുടെ അബ്നോർമാലിറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ PHC പ്രൈമറി ഹെൽത്ത് സെന്ററിൽ റിപ്പോർട്ടും ചെയ്യണം നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്. അതാരും ചെയ്യാറില്ല, പക്ഷെ അത് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവർവ്യൂ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. നിങ്ങൾ വഴിയെ പഠിച്ചോളും. നിങ്ങൾ ഓൾമോസ്റ്റ് പോസ്റ്റിംഗ് ഒക്കെ ആവാറാകുമ്പോൾ നിങ്ങൾ പഠിച്ചോളും. സെക്കൻഡ് ഇയറിലും 4th ഇയറിലും മേ ബി ആണ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഉള്ളത്. ഇപ്പോൾ സെമസ്റ്റർ ആയതുകൊണ്ട് എങ്ങനെ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ച് പല ആൾക്കാർക്കും പല ടൈമിലായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. ഇപ്പം നേഴ്സിംഗിൽ ഓൾമോസ്റ്റ് ബോയ്സിന്റെ എണ്ണം കുറവാണ് അല്ലേ. അപ്പോൾ ഈ കർണാടകയിലും അതുപോലെ പല സ്ഥലങ്ങളിലും പോസ്റ്റിംഗ് നടത്തുന്ന ഏരിയാസ് റൂറലിലും അർബൻ ഏരിയാസിലും പോസ്റ്റിംഗ് നടത്തും. അപ്പോൾ ചില ഏരിയാസിൽ, ഇപ്പോൾ അർബൻ ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല, ഈ റൂറൽ ഏരിയാസിലൊക്കെ ചില ഏരിയാസിൽ കാടിന്റെ പരിസരത്ത്, കാട്ടു പരിസരത്തൊക്കെ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ കാടിന്റെ പ്രദേശം, അതായത് വേറെ ഒരുപാട് വീടുകളൊന്നും ഉണ്ടാവില്ല. വീടുകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീടുകളൊക്കെ. അപ്പൊ അങ്ങനെ പോസ്റ്റിങ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് പല കോളേജുകാരും ഒരു പ്രൊട്ടക്ഷൻ ആർക്കും കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഫീമെയിൽ സ്റ്റുഡൻസ് അവരൊരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അത് ഈ കാട്ടുപ്രദേശത്തുള്ള വീടുകളിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോയി അവിടുത്തെ കെയറും കാര്യങ്ങളും അവിടുത്തെ ഹിസ്റ്ററി എടുക്കുന്ന കാര്യങ്ങളും കണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചില വീടുകളിൽ പോയ സമയത്ത് അവര് ഹറാസ്മെന്റ് ഫേസ് ചെയ്തതായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് നേരിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ചെന്നിട്ടാണ് കുറച്ചൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നത്. രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ നിങ്ങൾ അത്ര വലിയ പേടിക്കേണ്ട. അതായത് ചില ആൾക്കാരൊക്കെ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നത് കളിയാക്കി വിടും, ആട്ടി ഓടിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ BP നോക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്ലഡ് പ്രഷർ നോക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ അവരവരുടെ സേഫ്റ്റി നോക്കുക. ഒരിക്കലും കോളേജുകാർ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിടും കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കയറി പോയി അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ടൈമിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ, ഒരു കുട്ടി BP ചെക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്ക് BP ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാളുടെ BP ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ BP, അതായത് പെണ്ണുങ്ങൾ BP നോക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു സമാധാനം കിട്ടും. കാര്യം കത്തിയില്ലോ, പെണ്ണുങ്ങൾ ഇങ്ങനെ കൈ പിടിച്ച് BP നോക്കുമ്പോൾ അവർക്ക് ഒരു സുഖം. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ചെന്നിട്ടാണ്, അപ്പൊ ഞാൻ അന്നേരം ചെന്നിട്ട് ഞാൻ നോക്കി BP പുള്ളിയുടെ മുഖം മാടി. നമ്മളൊക്കെ നോക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ട് ദഹിക്കില്ല. അങ്ങനെ കുറെ ഇൻസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജുകാർ നിങ്ങളുടെ സേഫ്റ്റിക്ക് റെസ്പോൺസിബിൾ അല്ല, നിങ്ങൾ തന്നെ വേണം ചെയ്യാൻ. അതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. അർബനും റൂറലും ഉണ്ട്, രണ്ടിടത്താണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലേക്ക് പോകാണ്ടിരിക്കുക. ഈ ടൗൺ ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ കാട്ടുപ്രദേശത്ത് പോസ്റ്റിംഗ് വെക്കും, എന്തായാലും കമ്മ്യൂണിറ്റിയിൽ വെക്കും, ഒരു ദൂരമുള്ള ഏരിയാസിൽ വെക്കും. അവിടെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ദൂരെയുള്ള ഒരു വീട്, ഇപ്പോൾ കാട് പ്രദേശമാണ്, മനുഷ്യവാസം കുറവാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട്, കോളേജുകാർ പലതും പറയും, പക്ഷെ ഒറ്റയ്ക്ക് പോയി ചെയ്യാണ്ടിരിക്കുക. പല ഇൻസിഡന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും ഒരു ബോയ്സ് കൂടെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോവുക. എന്നാലും നിങ്ങൾ പറയുക ആരോടെങ്കിലും നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് നമ്മൾ സ്വയം തേടി അങ്ങനെ പോകരുത്. ഇങ്ങനത്തെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കുറെ പേര് ചോദിക്കുന്നുണ്ട്, പാടാണോ? കുഴപ്പമില്ല. കുറച്ച് കെയർ പ്ലാനും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. കമ്മ്യൂണിറ്റിയുടെ അവിടുത്തെ പോപ്പുലേഷനും കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അവിടെ ഹെൽത്ത് ക്യാമ്പ് നടത്തണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ
അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇപ്പോൾ എവിടെ അങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ്. ബാക്ക് ടെക്നിക്കും യൂറിൻ കൾച്ചർ, യൂറിൻ അനാലിസിസ് അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിലവിൽ അത് കുറവാണ്. പക്ഷെ എന്നാലും നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പുണ്ട്, കൈ വിറയ്ക്കണു. അതുപോലെ തന്നെ ഇങ്ങനെ ഫോൺ പഴയമാതിരി നമുക്ക് ഇങ്ങനെ പിടിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഒരു പാർക്കിന്റെ ഒക്കെ അടുത്ത് വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്, തണുപ്പത്തൊക്കെ വന്നിരുന്നിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.